നമസ്കാരം പ്രിയപ്പെട്ടവരെ. കനകധാരാസ്തോത്രം ശ്ലോകം 16, അതിൻ്റെ അതിമനോഹരമായ അർത്ഥവും വ്യാഖ്യാനവുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. നമുക്കറിയാം, മഹാലക്ഷ്മി ദേവിയെ വന്ദിച്ചുകൊണ്ട് ആദിശങ്കരാചാര്യർ രചിച്ച കൃതിയാണ് കനകധാരാസ്തോത്രം. അതിൻ്റെ അതിമനോഹരമായ 21 ശ്ലോകങ്ങളിൽ 16-ാമത്തെ ശ്ലോകമാണ് ഇന്ന് ഞാൻ പ്രതിപാദിക്കുന്നത്. സമ്പത്കരാണി സകലേന്ദ്രിയ നന്ദനാനി സാമ്രാജ്യദാന വിഭവാനി സരോരുഹാക്ഷി ത്വദ്വം ധനാനി ദുരിതോദ്ധരണോദ്യതാനി മാമേവ മാതരനിശം കലയം തു നാന്യേ. സമ്പത്കരാണി സകലേന്ദ്രിയ നന്ദനാനി സാമ്രാജ്യദാന വിഭവാനി സരോരുഹാക്ഷി ത്വദ്വന്ദനാനി ദുരിത ഉദ്ധരണ ഉദ്യതാനി മാമേവ മാതര നിശം കലയം തു നാന്യേ എന്നാണ് ആദിശങ്കരാചാര്യർ രചിച്ചിരിക്കുന്നത്. ഈ ശ്ലോകത്തിൽ ആചാര്യ ശ്രീ ആദിശങ്കരൻ മഹാലക്ഷ്മിയോട് ഒരിക്കലും താളം വിട്ടുമാറാതെ ഭക്തിയോടെയും ആത്മാർത്ഥതയോടെയും ഒരു അപേക്ഷ ഉന്നയിക്കുന്നു. അതായത് ദേവിയോട് അപേക്ഷിക്കുകയാണ്. നമുക്കറിയാം, എല്ലാ ശ്ലോകങ്ങളുടെയും വീഡിയോയിൽ ഞാൻ പറയാറുണ്ട്, അദ്ദേഹം ദാരിദ്ര്യം അനുഭവിക്കുന്ന ഒരു കുടുംബത്തിന് വേണ്ടി ദേവിയോട് അപേക്ഷിക്കുന്നതാണ്. അതേ അപേക്ഷയിൽ സ്വന്തമായിട്ട് സ്വന്തം കാര്യങ്ങൾ ഉന്നയിക്കുന്ന രീതിയിലാണ് ആദിശങ്കരാചാര്യർ ഈ 16-ാമത്തെ ശ്ലോകം എഴുതിയിരിക്കുന്നത്. ലക്ഷ്മി ദേവിയുടെ സ്തുതിയും ആരാധനയും ചെയ്യുന്നത് വെറും ധനം കിട്ടാനായിട്ടല്ല. ദേവി, ഞാൻ അമ്മയെ പ്രാർത്ഥിക്കുന്നതോ ഭജിക്കുന്നതോ അമ്മയുടെ ധനം ആഗ്രഹിച്ചിട്ടോ അല്ലെങ്കിൽ അമ്മയിൽ നിന്നും അമിത സമ്പത്ത് ആഗ്രഹിച്ചിട്ടോ ഒന്നുമല്ല. മറിച്ച് അതിലൂടെ എൻ്റെ ഇന്ദ്രിയങ്ങൾക്കും മനസ്സിനും ആനന്ദവും ഭൗതിക വിജയവും മറ്റെന്തിനേയും ആധിപത്യം നേടുന്ന രീതിയിൽ ഒടുവിൽ ദുഃഖമുക്തിയും ശാരീരികവും മാനസികവുമായ ദുരിതങ്ങൾ മാറുകയും ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ അമ്മേ ദേവി ഈ ഒരു ശ്ലോകം ജപിക്കുന്നത്. അതായത് കഴിഞ്ഞ ശ്ലോകങ്ങളിലെല്ലാം ധനവും സമ്പാദ്യവും ആ വീട്ടുകാർക്ക് ലഭിക്കാനാണ് പ്രാർത്ഥിച്ചിരുന്നത് എങ്കിൽ ഈ ഒരു ശ്ലോകത്തിൽ ആദിശങ്കരാചാര്യർ സ്വയം നമ്മുടെ മനസ്സിനും ശരീരത്തിനും ആനന്ദം നൽകുന്നതിന് വേണ്ടിയാണ് മഹാലക്ഷ്മി ദേവിയോട് അപേക്ഷിക്കുന്നത്. മാതാവേ, ദയവായി നിന്റെ സ്മരണം, നിന്റെ വന്ദനം എനിക്ക് മാത്രം പ്രാപ്തമാകട്ടെ. അതായത് ഞാൻ ഭജിക്കുമ്പോൾ എനിക്ക് മാത്രം ഗുണം ലഭിക്കട്ടെ. ഈ ഒരു ശ്ലോകം ഞാൻ അമ്മയ്ക്ക് വേണ്ടി നൽകുന്നത് എൻ്റെ മനസ്സിനും ശരീരത്തിനും സ്വസ്ഥതയും സന്തോഷവും ലഭിക്കാനാണ്. ആ സ്വസ്ഥതയും സന്തോഷവും സുഖവും മനസ്സമാധാനവും എനിക്ക് നൽകൂ അമ്മേ എന്നാണ്. അതായത് എൻ്റെ മാനസിക ക്ഷേമത്തിനും ആത്മവികസനത്തിനും അതുമാത്രം മതി. അമ്മയുടെ ധ്യാനം, അമ്മയുടെ പ്രാർത്ഥന, അമ്മയെ ഞാൻ മനസ്സറിഞ്ഞ് ജപിക്കുന്ന ഈ ഒരു ശ്ലോകം മാത്രം മതി. ഇത് സ്വീകരിച്ച് അമ്മ എന്നെ അനുഗ്രഹിച്ചാൽ എൻ്റെ മനസ്സിനും ശരീരത്തിനും ലഭിക്കുന്ന ഗുണങ്ങൾ എത്രയാണെന്ന് ഞാൻ വർണ്ണിച്ചാൽ അത് തീരില്ല അമ്മേ എന്നാണ് പറയുന്നത്. ഈ ശ്ലോകം ലളിതമായ കാവ്യഭാവത്തിലുള്ളതുപോലെയാണ്. എന്നാൽ അതിൻ്റെ അർത്ഥം അത്രയെല്ലാം ലളിതമല്ല. നമുക്കറിയാം, തീരെ ലളിതമാണെന്ന് അർത്ഥം നമ്മൾ വിശദീകരിക്കുമ്പോൾ മനസ്സിലാക്കുമെങ്കിലും എഴുതിയിരിക്കുന്ന രീതിയോ ആത്മാർത്ഥതയോ ആ സമർപ്പണവും ഒന്നും അർത്ഥത്തിൽ അല്ലെന്നുണ്ടെങ്കിൽ അമ്മയ്ക്ക് നൽകുന്ന ഇതിൽ
ഒരു കുറവും വരുത്തുന്നില്ല എന്നാണ് ആചാര്യശ്രീ പറയുന്നത്. ദേവിയെ വണങ്ങുന്നത് ഒരു ദൈവീയ ശുദ്ധിയുടെ വഴിയാണെന്നും അതിലൂടെ ലഭിക്കുന്നത് സകലവും സമ്മാനവുമായിട്ടാണ്. അതായത് ഒട്ടും ആവശ്യമില്ലാത്ത ഒരു കാര്യവും നമ്മൾ ദേവിയിൽ നിന്നും സ്വീകരിക്കുന്നില്ല. നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമാണ് ദേവിയിൽ നിന്നും സ്വീകരിക്കുന്നത്. അതായത് ദേവി നൽകുന്ന സമ്മാനങ്ങൾ നമ്മുടെ ശരീരത്തിനും മനസ്സിനും നൽകുന്ന സന്തോഷം എത്രയാണെന്ന് വർണ്ണിക്കാൻ സാധിക്കില്ല എന്നാണ് പറയുന്നത്. കമല പോലുള്ള കാഴ്ചയുള്ള ദേവിയെ നമുക്കറിയാം. താമര നയനങ്ങളാണ് ദേവിയിൽ നമ്മൾ എപ്പോഴും കാണുന്നത്. ദേവിയെ വർണ്ണിക്കുമ്പോൾ എപ്പോഴും ആദിശങ്കരാചാര്യർ പറയുന്നത് ഒരു കാര്യം അതാണ്. താമര മിഴികൾ, അതായത് താമര ഇതളുകൾ പോലുള്ള മിഴിയിൽ നിന്നും വരുന്ന അനുഗ്രഹധാര, അത് നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ കഴിയുന്നതാണ് എന്നാണ് ആദിശങ്കരാചാര്യർ പറയുന്നത്. നിന്റെ വന്ദനം, അതായത് അമ്മേ ദേവി, അമ്മേ ഭഗവതി, സരസ്വതി, മൂകാംബിക ദേവി, മഹാലക്ഷ്മി ദേവി, അമ്മയെ വന്ദിക്കുന്നത് അതിലൂടെ ഇന്ദ്രിയങ്ങൾക്ക് ആനന്ദം ലഭിക്കുന്നു. സാമ്രാജ്യങ്ങൾ വരെ എനിക്ക് ലഭ്യമാകാൻ സാധിക്കുന്നു. ആ വന്ദനങ്ങൾ ദുഃഖങ്ങൾ നീക്കാൻ എന്നെ സഹായിക്കുന്നു. അതിനാൽ മാതാവേ, അതെനിക്ക് മാത്രം നൽകൂ അമ്മയുടെ ഒരു കടാക്ഷം. ഈ ഒരു ശ്ലോകം കൊണ്ട് ആദിശങ്കരാചാര്യർ ഉദ്ദേശിക്കുന്നത് അമ്മയുടെ എല്ലാ അനുഗ്രഹങ്ങളും നേടി സ്വന്തം ആത്മാഭിമാനം, നമ്മുടെ മനസ്സിൻ്റെ ശക്തി, നമ്മുടെ മനസ്സിൻ്റെ ധൈര്യം, നമ്മുടെ മനസ്സിനും ശരീരത്തിനും ഉണ്ടാകുന്ന ഉണർവ്, അതെല്ലാം സ്വന്തമായിട്ട് അനുഭവിക്കുക എന്നത് മാത്രമാണ്. ഈ ഒരു ശ്ലോകത്തിൽ, കനകധാരാസ്തോത്രത്തിൻ്റെ 16-ാമത്തെ ശ്ലോകത്തിൽ മറ്റാരെയും അദ്ദേഹം സഹായിക്കാനോ, അദ്ദേഹം ആ നിന്ന കുടുംബത്തിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ കഴിഞ്ഞ 15 ശ്ലോകങ്ങളിലും ആ വീട്ടുകാർക്ക് വേണ്ടി ധ്യാനിച്ചെങ്കിൽ ആ ഒരു സങ്കടം മാറാൻ, അല്ലെങ്കിൽ ആ ഭഗവതിയുടെ അനുഗ്രഹം ലഭിക്കുന്ന, കടാക്ഷം ലഭിക്കുന്ന ആ ഒരു സന്തോഷം പ്രകടിപ്പിക്കാൻ, അത് സ്വന്തം മനസ്സിനും ശരീരത്തിനും മാത്രമായിട്ട് സ്വീകരിക്കാൻ അദ്ദേഹം ഉദ്ദേശിക്കുന്ന ഒരു ശ്ലോകമാണ് കനകധാരാസ്തോത്രത്തിൻ്റെ ഈ 16-ാമത്തെ ശ്ലോകം. ലക്ഷ്മി ദേവിയെ സ്തുതിച്ചുകൊണ്ട് മറ്റ് എഴുതിയ ശ്ലോകങ്ങളിലെല്ലാം അദ്ദേഹം ദേവിയെ സ്തുതിക്കുക, ദേവിയെ വർണ്ണിക്കുക, ദേവിയിൽ നിന്നും അനുഗ്രഹങ്ങൾ നേടുക, എന്നിട്ട് ആ ധനലബ്ധി അല്ലെങ്കിൽ ആ സമ്പാദ്യം ആ വീട്ടുകാർക്ക് നൽകുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണെങ്കിൽ സ്വയം മനസ്സിന് സമാധാനം ലഭിക്കാൻ വേണ്ടി മാത്രം എഴുതിയ ശ്ലോകമാണ് ഈ 16-ാമത്തെ ശ്ലോകം. സമ്പത്കരാണി സകലേന്ദ്രിയ നന്ദനാനി സാമ്രാജ്യദാന വിഭവാനി സരോരുഹാഷി ത്വം ദദാനി ദുരിതോദ്ധരണോദ്യതാനി മാമേവ മാതരനിശം കലയം തുനാന്യേ. എല്ലാ ഭക്തർക്കും മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ഉണ്ടാവാൻ പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്തൊരു എപ്പിസോഡുമായി വീണ്ടും വരാം. നന്ദി, നമസ്കാരം.